Yeah, hi everyone. Actually today we are going to discuss about closed packing of atoms. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് in the last video we discussed about the different structures which are seen in materials, basically starting with simple cube, BCC and FCC. And in this particular video we will be discussing about the closed packing of atoms. Closed packing of atoms means how atoms are arranged inside a material. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ ആറ്റംസ് ക്യാൻ ബി അറേഞ്ച്ഡ് ടു ഫോം FCC ആവാം, ഇറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ഫോം ടു BCC ആവാം, ഇറ്റ് ക്യാൻ ബി അറേഞ്ച്ഡ് ഫോം സിമ്പിൾ ക്യൂബ്, അങ്ങനെ പല സ്ട്രക്ചേഴ്സിൽ ആറ്റംസ് അറേഞ്ച് ചെയ്യാം. പക്ഷേ ഹൗ ക്ലോസ്ലി ആറ്റംസ് ആർ പാക്ഡ് ടുഗദർ, ദാറ്റ് ഈസ് ഹൗ എഫിഷ്യൻ്റ്ലി ദ ആറ്റംസ് ആർ പാക്ഡ് ഇൻസൈഡ് എ ക്രിസ്റ്റൽ. നിങ്ങൾക്കറിയാം, ഒരു ആറ്റംസ് പാക്ക് ചെയ്യുമ്പോൾ ദർ ആർ 100% എഫിഷ്യൻസി കിട്ടില്ല. ഡെഫിനറ്റ്ലി മേ ബി ലൈക്ക് ഒരു 70% ആറ്റംസ് കാണും. ഇൻ ദ റിമൈനിങ് സ്പേസ് വിൽ ബി വോയിഡ് സ്പേസ്. നമ്മൾ ആറ്റംസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് ഹാർഡ് സ്പിയേഴ്സ്. അപ്പോൾ നമ്മൾ 2 ടെന്നീസ് ബോൾ എടുക്കുകയാണെങ്കിൽ തന്നെ, ഇഫ് ഐ എം ജസ്റ്റ് കീപ്പിംഗ് 2 ടെന്നീസ് ബോൾ ടുഗദർ, അവിടെ ഗ്യാപ്സ് കാണും അല്ലേ? 2 ടെന്നീസ് ബോൾ ചേർത്ത് വെച്ചാൽ ആ ചേർത്ത് വയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്സ് കാണും. അതുപോലെ if I am just considering atoms as tennis balls, there are millions of atoms which are spread in 3 dimensions and they will follow a pattern. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി there are voids in between. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അറ്റോമിക് പാക്കിംഗ് എഫിഷ്യൻസി ഇറ്റ് മേ ബി ലൈക്ക് 70% ആവാം, 60% ആവാം. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ. Basically, the closed packing of atom means dense arrangement of atoms in a regular pattern. Highest packing density which is observable in materials is 74%, that is 0.74. That is, നമ്മൾ ഏറ്റവും ഡെൻസ് മെറ്റീരിയൽ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സിൽ പാക്കിംഗ് എഫിഷ്യൻസി ഈസ് 0.74. ദാറ്റ് ഈസ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഈസ് 0.74. 74% of the part is filled with atoms. The remaining part is void space. അത് 74% efficiency, 0.74 atomic packing factor കാണുന്ന structures are FCC and HCP. Remaining simple cube and BCC നമ്മൾ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ചെയ്തപ്പോൾ നിങ്ങൾ ഓർക്കണം, സിമ്പിൾ ക്യൂബ് ആണ് ലീസ്റ്റ് പാക്ഡ് ആണ്, ഡെൻസ് പാക്ഡ്, and it is having an atomic packing factor of 0.52, and whereas BCC has an atomic packing factor of 0.68. അപ്പോൾ മാക്സിമം 0.74. അത് ജസ്റ്റ് കീപ് ദ തിങ്സ് ഇൻ മൈൻഡ്. ആൻഡ് കമ്മിങ് ടു ദ ക്ലോസ്ഡ് പാക്ക് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അറേഞ്ച്മെൻറ്റ് മീൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് AAA ടൈപ്പ്. ദാറ്റ് ഈസ്, യു ക്യാൻ സീ ഇൻ ദ ഫിഗർ all are actually white spheres. If I am just taking the first layer, that layer can be marked as A. And if I am just placing the other layer immediately above the first layer, the other layer is also same, right? In terms of arrangement, എവിടെയുമല്ല, exactly on the top of the first sphere. അപ്പം it is aligned with perfectly aligned with the first layer. Third layer also the same. Fourth layer also the same. That is, the arrangement is perfectly one above the other, aligned to each layers. അപ്പോൾ അങ്ങനെ ആകുമ്പം ഓരോ ലെയറിലും എല്ലാം സെയിം ലെയേഴ്സാണ് അല്ലേ, മാറ്റമില്ല അറേഞ്ച്മെൻറ്റിന്. നമ്മൾ സെയിം ടൈപ്പ് ഓഫ് ആറ്റമാണ്, അത് മാത്രമല്ല അറേഞ്ച്മെൻറ്റിനും മാറ്റമില്ല. എക്സാക്ട്ലി ഒരു സ്പിയറിൻ്റെ മുകളിൽ മറ്റേ സ്പിയർ അലൈൻ ചെയ്യുന്നു. സോ ഇഫ് ദാറ്റ് പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് is spread out in 3 dimensions, this particular arrangement is called AAA type. That is, AAA means that A layer one above the other. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. One A layer immediately above that A layer, the second A layer is placed, third A layer, fourth A layer. So AAA type of packing means one type of arrangement. And that is observed in ഏത് മെറ്റീരിയൽസാണ്? സിമ്പിൾ ക്യൂബിൽ മാത്രമേ അത് ഒബ്സർവ് ചെയ്യത്തുള്ളൂ. ആൻഡ് ആസ് വി ഹാവ് ഡിസ്കസ്ഡ് ഏർലിയർ, ദ ഓൺലി മെറ്റീരിയൽ വിച്ച് എക്സിബിറ്റ്സ് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ ഈസ് പൊളോണിയം. ആൻഡ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്തായിരിക്കും അപ്പോൾ? അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് സ്പേസ് കാണുന്നില്ലേ? സ്പേസ് ഇല്ലാതാണോ ഇരിക്കുന്നത്? ഇല്ല, ദർ ആർ ആക്ച്വലി വോയിഡ് സ്പേസസ്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ വോയിഡ് സ്പേസസിൻ്റെ എല്ലാം മാറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ only 52% ഓഫ് പാക്കിംഗ് എഫിഷ്യൻസിയേ ഉള്ളൂ. റിമൈനിങ് എന്താ? ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്.
അപ്പോൾ ഈ ഒരുപാട് സ്പേസിൽ എന്ത് ചെയ്യാം, ഇമ്പ്യൂരിറ്റീസിന് വന്നിരിക്കാം, എന്തെങ്കിലും പാർട്ടിക്കിൾസിന് വന്നിരിക്കാം. പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡഡ് ദ സൈസ് ഓഫ് ദ ഇമ്പ്യൂരിറ്റീസ് ഷുഡ് ബി കമ്പയറബിൾ ടു ദ അറ്റോമിക് സൈസസ്, അറ്റോമിക് റേഡിയസ്. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിൻ്റെയാണ് അറേഞ്ച്മെൻറ്റ് AAA ടൈപ്പ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഒരു A ലെയർ ഉണ്ട്, അതിന് എക്സാക്ട്ലി മുകളിലല്ലാതെ വി ക്യാൻ പ്ലേസ് ആറ്റംസ് ഇൻ ദ വോയിഡ് സ്പേസസ്. അതാണിപ്പോൾ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് ദർ ആർ 2 ടൈപ്സ് ഓഫ് വോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്റ്റി സ്പേസിനെയാണ് വോയിഡ് എന്ന് പറഞ്ഞാൽ ടെട്രാഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും. അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദിസ് ദർ ആർ 2 ടൈപ്സ് ഓഫ് വോയിഡ്സ്, ടെട്രാഹെഡ്രൽ വോയിഡ്സും ഉണ്ട്, ഒക്ടാഹെഡ്രൽ വോയിഡും ഉണ്ട്. അപ്പോൾ ഈ വോയിഡ് സ്പേസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അത് എന്താണെന്ന് പറയാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ദ അറേഞ്ച്മെൻറ്റ് ഓൾസോ വിൽ ബി ഡിഫറെൻറ്റ്. അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റാണ് യു വിൽ സീ ഇൻ ഏതിലാണ്, FCC ഓർ HCPയിൽ കാണുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു ദ ടെട്രാഹെഡ്രൽ വോയിഡ്. ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, വി ക്യാൻ സീ ദർ ആർ ആക്ച്വലി 3 atoms and when the 3 spheres are actually placed together as seen in the left figure, ലെഫ്റ്റ് പാർട്ടിൽ ആരോ കാണിച്ചിരുന്നു. സോ ദർ ഈസ് എ ടെട്രാഹെഡ്രൽ ഹോൾ ഉണ്ടല്ലേ. ആൻഡ് ദ റെഡ് ആറ്റം, ദ റെഡ് കളേർഡ് സ്പിയർ ഈസ് ദ 4th atom. The 4th atom can be placed immediately on the void space. So as per the definition, the void formed when a sphere in the second layer is placed over a void in the first layer. അപ്പോൾ ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്, വോയിഡ് സ്പേസിലാണത് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന വോയിഡ് സ്പേസിനെ എന്ത് ചെയ്യും, ഇറ്റ് ഈസ് കോൾഡ് ടെട്രാഹെഡ്രൽ വോയിഡ്. അപ്പോൾ 4, അപ്പോൾ ടെട്രാഹെഡ്രൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, ഇതാണ് ഈ ഒരു ഇവിടെ അറേഞ്ച്മെൻറ്റ് കണ്ടിട്ടുണ്ട്. ഇവിടെ ട്രയാങ്കിൾ അഗെയിൻ വിത്ത് ആൻ അപ്പെക്സ്, ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ഡോട്ടഡ് ലൈൻസ്. ഇതാണ് ടെട്രാഹെഡ്രൽ വോയിഡ്. സോ ആക്ച്വലി ഇറ്റ് ഈസ് ബേസിക്കലി caused or it occurs due to the arrangement of 4 atoms. 4 atoms ഉണ്ട്. And it will be formed when the sphere is actually, the 4th sphere is placed immediately on the void space between the 3 spheres. അപ്പോൾ 4 corners ഉണ്ട്, ടെട്രാഹെഡ്രലാണ്, അതുകൊണ്ട് ഇറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ടെട്രാഹെഡ്രൽ വോയിഡ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒക്ടാഹെഡ്രൽ. ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സീ ടെട്രാഹെഡ്രലിൽ I was actually placing എന്തായിരുന്നു, I was actually placing the 4th sphere on the hole എന്ന് പറഞ്ഞാൽ created between the 3 spheres. If I am just placing 3 more spheres on the particular hole, that particular void space created is called octahedral hole. So octahedral void. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നോക്കിയേ. Another type of void is formed when a void in the second layer lies on a void in the first layer. That is, ഇവിടെ you can see immediately the 3 spheres, that is in blue colored spheres, are forming a void, and immediately when I am arranging another 3 spheres on the top, the void space due to the 3 red spheres exactly coincides with the void space created by the 3 blue spheres. അതാണ് when a void in the second layer lies on a void in the first layer. അപ്പോൾ അതിനെയാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. അപ്പോൾ നമ്മൾ എപ്പോഴും മെറ്റീരിയൽസ് നോക്കുമ്പോൾ, ഈവൻ ഇഫ് ഐ എം ജസ്റ്റ് ടേക്കിംഗ് ദ കേസ് ഓഫ് സ്റ്റീൽ ഓർ എനി അതർ സ്ട്രക്ചേഴ്സ്, എല്ലാത്തിലും ഈ ഒക്ടാഹെഡ്രൽ വോയിഡുമുണ്ട്, ടെട്രാഹെഡ്രൽ വോയിഡുമുണ്ട്. സോ ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആൻഡ് ടെട്രാഹെഡ്രൽ വോയിഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇതാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആൻഡ് ടെട്രാഹെഡ്രൽ വോയിഡ്. ആൻഡ് കമ്മിങ് ടു ദെൻ, ഇനി ഞാൻ പറയുന്നത് ഹൗ ആറ്റംസ് ആർ അറേഞ്ച്ഡ് സോ ദാറ്റ് FCC ആൻഡ് HCP ആൻഡ് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചേഴ്സ് ആർ ഫോംഡ്. ഇവിടെ കണ്ടോ, AAA ടൈപ്പ് എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്തത് എക്സാക്ട്ലി സി ഇൻ ദ ഫസ്റ്റ് ലെയർ ഈസ് അലൈൻഡ് എക്സാക്ട്ലി, ദ സെക്കൻഡ് ലെയർ ഈസ് അലൈൻഡ് എക്സാക്ട്ലി വിത്ത് ദ ഫസ്റ്റ് ലെയർ. In the same case for the third layer, that is third layer is in alignment with first and second layer. So there is no difference in the arrangement for all these layers, even if it is spread out in 3 dimensions. So the packing which is resulting out of this particular type of arrangement is known as AAA type, and it is actually seen in simple cubic materials. ഇനിയും സെക്കൻഡ് വൺ. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതൊരു സിംഗിൾ ലെയറിൻ്റെ കേസാണ്. യു ക്യാൻ സീ ദ വോയിഡ് സ്പേസസ് ഇല്ലേ, B ഉണ്ട്, C ഉണ്ട്.
സോ ദർ ആർ ഡിഫറെൻറ്റ് അപ്പെക്സ് ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ യു ക്യാൻ സീ ആദ്യത്തെ സ്പിയർ സ്റ്റാർട്ടിങ് ഫ്രം ദ ലെഫ്റ്റ് ഒരു 3 സ്പിയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദർ ഈസ് ആക്ച്വലി എ ട്രയാങ്കുലർ സ്പേസ് ഈസ് ക്രിയേറ്റഡ്. ട്രയാങ്കിളിന് എന്തായിരിക്കും എപ്പോഴും ഓൾവേസ് എ പോയിൻറ്റഡ് റീജിയൻ ഉണ്ട്. ദാറ്റ് പോയിൻറ്റഡ് പാർട്ട് ഈസ് കോൾഡ് അപ്പെക്സ്. അപ്പോൾ ഈ അപ്പെക്സ് എന്ന് പറയുന്നത് ദ ടോപ്പ് റീജിയൻ, കൂർത്ത ഭാഗം ഇല്ലേ. ആ ട്രയാങ്കിളിൻ്റെ കൂർത്ത ഭാഗം ഇഫ് ഇറ്റ് ഈസ് പോയിൻറ്റിങ് അപ്വേർഡ്സ് ദാറ്റ് പർട്ടിക്കുലർ void is called B type of void, and if that particular apex is point downwards that is called C type. അപ്പോൾ നമ്മളിവിടെ യു ക്യാൻ സി ബി ആൻഡ് സി ടൈപ്സ് ഓഫ് void. ഇതൊരു ഒറ്റ ലെയറിൽ, അതായത് 1 ലെയറാണ് അറേഞ്ച്ഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഐ ആം ജസ്റ്റ് ഗോയിങ് ടു പ്ലേസ് സെക്കൻഡ് ലെയർ. സെക്കൻഡ് ലെയർ പ്ലേസ് ചെയ്യുമ്പം ഐ ക്യാൻ പ്ലേസ് സെക്കൻഡ് ലെയർ ഇൻ 2 ഡിഫറെൻറ്റ് പാറ്റേൺസ്. അതനുസരിച്ച് നമുക്ക് FCCയും HCPയും കിട്ടും. നോക്കിക്കോണം. സോ ഇതൊറ്റ ലെയറാണ്. ഓൾ ദ ആറ്റംസ് അറേഞ്ച്ഡ് ഇൻ എ സിംഗിൾ ലെയർ. ഓക്കെ. അപ്പോൾ അവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ എന്തായാലും സ്പേസ് വരും. ഇഫ് ഐ ആം ജസ്റ്റ് പ്ലേസിങ് സെക്കൻഡ് ലെയർ, അതായത് ബി എന്ന് പറഞ്ഞ ലെയർ എവിടെ പ്ലേസ് ചെയ്തു, ബി എന്ന് പറഞ്ഞ വോയിഡ് സ്പേസിന് മുകളിൽ പ്ലേസ് ചെയ്തു ഇല്ലേ. സോ ദ ബി സ്പിയേഴ്സ്, ബി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആണ്, ഇതെല്ലാം ആറ്റംസ് ആണ്. The second layer is placed on the B voids. അപ്പോൾ അവിടെ എന്തായി, the pattern arrangement is different. It is not exactly coinciding with the first layer. That is A type ആയിരുന്നു ആദ്യം. Here you can see that the first layer and the second layer is not getting coincided. That is, or not getting aligned perfectly. That means there is a difference in the arrangement. So second layer എന്ന് പറഞ്ഞാൽ we cannot say that the second layer is arranged exactly like the first layer. It is actually deviated from the first layer. So A and B, അവിടെ AB പറഞ്ഞാലേ പറ്റൂ. A എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഇനി തേർഡ് ലെയർ ഇമ്മീഡിയറ്റ്ലി A ഫസ്റ്റ് ലെയറുമായിട്ട് അലൈൻഡ് ആണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് A type, it's actually AB type. ഇനിയും തേർഡ് ലെയർ അറേഞ്ച് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് മാച്ചിങ് വിത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെയർ ആണെങ്കിൽ again I need to say that the third layer arrangement is different, so it will be ABC type. അതാണിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലായോ? 2 ലെയർ അറേഞ്ച് ചെയ്യുമ്പോൾ ഐ ക്യാൻ സീ ദാറ്റ് ദ ബി സ്പിയേഴ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ സിമ്പിൾ ക്യൂബിൽ കാണിച്ചതുപോലെ ഡയറക്റ്റ്ലി അതിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്യാം. അങ്ങനെ അറേഞ്ച് ചെയ്താൽ എ എന്ന് പറഞ്ഞൊരു ടൈപ്പേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്, ഇവിടെ രണ്ടാമത്തെ ലെയറിൻ്റെ അറേഞ്ച്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പം സിമ്പിൾ ക്യൂബിക്കിൽ അങ്ങനെ കാണില്ല, പക്ഷേ FCCയോ HCPയിലോ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ 2 ലെയർ അറേഞ്ച് ചെയ്തു. ഇനിയും മൂന്നാമത്തെ ലെയർ ഞാൻ അറേഞ്ച് ചെയ്യുന്നത് എവിടെ അറേഞ്ച് ചെയ്തു, C എന്ന് പറഞ്ഞ സ്പേസ് കണ്ടില്ലേ, ആ സ്പേസിന് മുകളിൽ മൂന്നാമത്തെ ലെയർ അറേഞ്ച് ചെയ്തു. മനസ്സിലായോ? സോ യു ക്യാൻ സീ ദാറ്റ് ഇവിടെ ലെഫ്റ്റ് കോർണറിൽ HCP അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ലെയറിന് മുകളിൽ ഉള്ള B സ്പേസിൽ B ലെയേഴ്സ് അറേഞ്ച് ചെയ്തു. ഇനി C ലെയർ എന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഈസ് ഇൻ അലൈൻമെൻറ്റ് വിത്ത് ദ A ലെയർ. അപ്പോൾ അവിടെ ABയും ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ലെയർ A തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ AB എന്ന് പറയുന്നത്. ബട്ട് യു ക്യാൻ സീ ഇൻ CCP, ദാറ്റ് ഈസ് ക്യൂബിക് ക്ലോസ്ഡ് പാക്കിംഗ്. HCP എന്ന് പറഞ്ഞാൽ ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്കിംഗ്. ക്യൂബിക് ക്ലോസ്ഡ് പാക്കിങ്ങിൽ ഞാൻ എന്താ കാണിച്ചിരിക്കുന്നത്, ഇറ്റ്സ് ABC, ദാറ്റ് ഈസ് ദ തേർഡ് ലെയർ അറേഞ്ച്മെൻറ്റ് ഈസ് ഡിഫറെൻറ്റ്. Here you can see that the orange sphere is actually placed in void spaces in labeled C. അവിടെ അറേഞ്ച് ചെയ്യുമ്പം that particular orange spheres is not in alignment with A layer. A ലെയറിന് കറക്റ്റ് മുകളിലാണെന്നോ അത് വരുന്നത് അല്ല. സോ ABC ലെയർ ഈസ് ക്രിയേറ്റഡ്. ഇനി അടുത്ത ലെയർ എന്തായാലും അലൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി ഇൻ അലൈൻമെൻറ്റ് വിത്ത് ദ ഫസ്റ്റ് ലെയർ ആയിരിക്കും. അത് നിങ്ങൾ നോക്കിയാൽ മതി. കാരണം ഇഫ് യു ക്യാൻ സീ in between 3 orange spheres you can see A. So immediately നമ്മൾ അടുത്ത ലെയർ വരുമ്പോൾ എവിടെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്, ആ എയുടെ മുകളിലായിരിക്കും. അങ്ങനെ അറേഞ്ച്മെൻറ്റ് വരുമ്പോൾ ഇറ്റ് ഈസ് ABC ടൈപ്പ്. പക്ഷേ ഇവിടെ HCPയുടെ കേസ് എടുത്തിട്ട് വി ആർ ജസ്റ്റ് പ്ലേസിങ് B ലെയർ പ്ലേസ് ചെയ്തു ആൻഡ് ദ തേർഡ് ലെയർ കംസ് എക്സാക്ട്ലി ഇൻ അലൈൻമെൻറ്റ് വിത്ത് ഫസ്റ്റ് ലെയർ. അപ്പോൾ അവിടെ AB ടൈപ്പാണ്. അതായത് തേർഡ് ലെയർ ഡിഫറെൻ്റ് അല്ല. മൂന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എക്സാക്ട്ലി കോയിൻസൈഡിങ് വിത്ത് ഫസ്റ്റ് ലെയർ. അപ്പോൾ അവിടെ നമുക്ക് അതിനെ സെപ്പറേറ്റ് C എന്ന് പറഞ്ഞ് ലേബിൾ ചെയ്യണോ? വേണ്ട. സോ HCPയിലുള്ള അറേഞ്ച്മെൻറ്റ് ഇറ്റ് ഈസ് AB ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്. ആൻഡ്
FCCയിലുള്ള അറേഞ്ച്മെൻറ്റ്, ദാറ്റ് ഈസ് ക്യൂബിക് ക്ലോസ്ഡ് പാക്കിങ്ങിലുള്ള അറേഞ്ച്മെൻറ്റ്, ഇറ്റ് ഈസ് ABC ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്. മനസ്സിലായോ? അപ്പോൾ സിമ്പിൾ ക്യൂബിൽ എന്താണ് A ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്. HCPയിൽ ഇറ്റ്സ് ABAB ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്. ഇറ്റ്സ് ABAB അങ്ങ് സ്പ്രെഡ് ചെയ്ത് പോവും ഇൻ 3 dimensions. സിമിലർലി ക്യൂബിക് ക്ലോസ്ഡ് പാക്കിങ്ങിൽ ഇറ്റ് ഈസ് ABC ടൈപ്പ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The third layer can be stacked in 2 different ways. If the third layer is placed over the second layer in such a way that tetrahedral voids of the second layer get covered, then closed packing is obtained. That particular type of packing is called ABAB type or hexagonal closed packing. Okay. നേരെ അതിൻ്റെ മുകളിൽ അടുത്ത ലെയേഴ്സ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇൻ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ദാറ്റ് ഈസ് ABC ടൈപ്പ്. അപ്പോൾ ഇവിടെ ഇറ്റ്സ് ആക്ച്വലി ദിസ് പർട്ടിക്കുലർ ഫിഗർ ഷോസ് ദ octahedral ആൻഡ് tetrahedral voids appearing actually in a crystal arrangement when the atoms are placed one above the other. അത് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ കിട്ടാനാണ്. The red colored symbol T stands for tetrahedral voids and white O എന്ന് പറയുന്നത് ഇറ്റ്സ് octahedral voids. Okay, അപ്പോൾ octahedral voids, always remember octahedral voids are actually formed by 6 atoms. Tetrahedral voids എത്രയാണ്? ഇറ്റ്സ് ആക്ച്വലി ഫോംഡ് ബൈ 4 atoms. ഓക്കെ, അത് ഓർമ്മ വേണം കേട്ടോ. ആൻഡ് ABC അറേഞ്ച്മെൻറ്റ് നേരത്തെ പറഞ്ഞതാണ്. ഇഫ് വി കണ്ടിന്യൂ ടു ആഡ് ലെയേഴ്സ് ദെൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ സ്പിയർ ഇൻ ദ തേർഡ് ലെയർ ആർ നോട്ട് അലൈൻഡ് വിത്ത് ദോസ് ഓഫ് ദ ഫസ്റ്റ് ഓർ സെക്കൻഡ് ലെയർ. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ABC ടൈപ്പ് ഓഫ് പാക്കിംഗ്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ക്യൂബിക് ക്ലോസ്ഡ് പാക്കിംഗ് ഓർ ഫേസ് സെൻറ്റേർഡ് ക്ലോസ്ഡ് പാക്കിംഗ് ഓർ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് പാക്കിംഗ്. ആൻഡ് അഗെയിൻ പറഞ്ഞതുപോലെ hexagonal closed packing has the maximum efficiency. Similarly, FCC also. HCP and FCC has the maximum atomic packing factor, that is 74%. That means 74% of the crystal is filled up with atoms. Okay. അവിടെ ഇതൊരു ഫോർമുലയാണ്. The number of octahedral voids is n ആണെങ്കിൽ we can relate the number of tetrahedral voids as 2 into n. അപ്പോൾ ഇത് എവിടെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ക്യാൻ ടേക്ക് സ്റ്റീൽ ആസ് ആൻ എക്സാമ്പിൾ, സ്റ്റീലിൽ നിങ്ങൾക്കറിയാം എന്തായിരിക്കും മെയിൻ കണ്ടൻറ്റ്. സ്റ്റീൽ നമ്മൾ യൂഷ്വലി കാണുന്ന സ്റ്റീലിൽ എന്തായിരിക്കും മെയിൻ കണ്ടൻറ്റ്? ഇറ്റ് ഈസ് ആക്ച്വലി അയൺ, അല്ലേ? അയൺ ആൻഡ് കാർബൺ ഉണ്ട്. ഈ കാർബൺ എന്താ? അയണിൻ്റെയും കാർബണിൻ്റെയും ഒരു അലോയാണ്. ആക്ച്വലി we are calling the steel as iron carbon alloy, but majority of the content is iron ആയിരിക്കും. ആൻഡ് കാർബൺ കുറച്ചേ കാണും, അല്ലേ? മേ ബി ലൈക്ക് 1 or 2%. സോ ഈ 1% ഈ കാർബൺ ആറ്റംസിൻ്റെ സൈസ് ഇറ്റ്സ് ആക്ച്വലി വെരി ലെസ് കമ്പയർഡ് ടു ദ അയൺ ആറ്റംസ്. സോ വെൻ വി മിക്സ് അയൺ ആൻഡ് കാർബൺ ആറ്റംസ് ടുഗദർ, ദിസ് കാർബൺ ആറ്റം വിൽ ഫൈൻഡ് ഇറ്റ്സ് സ്പേസ് ഇൻ ദീസ് പർട്ടിക്കുലർ വോയിഡ്സ്. ഓക്കെ, അപ്പോൾ വോയിഡ് സ്പേസിലാണ് ചെന്നിരിക്കുന്നത്, അല്ലാതെ ഒരു അയൺ ആറ്റത്തിനെ തള്ളിക്കളഞ്ഞിട്ടല്ല ഇരിക്കുന്നത്. ബിക്കോസ് since the size of the carbon atoms are small, it cannot push one iron atom from its original space. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അലോയാണ് അയൺ കാർബൺ. അപ്പോൾ അത് നിങ്ങൾ ഇനിയും സബ്സ്റ്റിറ്റ്യൂഷണൽ, ഇൻഡസ്ട്രീഷ്യൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അതിലറിയേണ്ടത്. അപ്പോൾ അവിടെ എല്ലാം അലോയ് ഫോർമേഷനിലും വോയിഡ് സ്പേസിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി വെൻ നമ്മളൊരു വോയിഡ് സ്പേസ് 74% ഫിൽഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇഫ് ഐ ആം ജസ്റ്റ് പ്ലേസിങ് സം മെനി കാർബൺ ആറ്റംസ്, സോ ഡെഫിനറ്റ്ലി ദ പാക്കിംഗ് എഫിഷ്യൻസി മാറി. അയൺ ആറ്റം 74 ആണ്, ബട്ട് ഇറ്റ് ഹാസ് ഓൾറെഡി അക്കോമഡേറ്റഡ് കാർബൺ ആറ്റംസ് ഇൻ ദ വേക്കൻറ്റ് സ്പേസസ്. സോ ഡെഫിനറ്റ്ലി അവിടെ എന്ത് വരും? നിങ്ങൾ തന്നെ ഒരു ബെഞ്ചിൽ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് 3 പേരിരിക്കുന്നതിന് പകരം ഇഫ് യു ആർ അക്കോമഡേറ്റിംഗ് ടു അനദർ 2, ടോട്ടൽ 5 ആയിക്കഴിഞ്ഞാൽ എന്ത് വരും? അവിടെ ഒരു സ്ട്രെസ്സും അതിന് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് വരും? ഒരു ഞെരുക്കമൊക്കെ വരും, അല്ലേ? സിമിലർലി ഇൻ ദ മെറ്റീരിയൽ ഓൾസോ ദ സെയിം തിങ് വിൽ ഹാപ്പൻ. If it accommodates another atom to fill out the empty spaces, definitely it will be in a strained situation. So depending on the particular arrangement, residual stresses will be developed. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പം, അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ആറ്റം ഓൾസോ വിൽ ബി അഫക്റ്റഡ്. മൂവ്മെൻറ്റ് ഓഫ് ദ ആറ്റം അഫക്റ്റ് ചെയ്യുമ്പോൾ എന്ത് അഫക്റ്റ് ചെയ്യും? മെറ്റീരിയലിൻ്റെ ഡീഫോർമേഷൻ അഫക്റ്റ് ചെയ്യും. ബേസിക്കലി നമ്മൾ ഡീഫോം ചെയ്യണമെങ്കിൽ അറ്റോമിക് ബോൺസ് ബ്രേക്ക് ചെയ്യണം, ആറ്റംസ് മൂവ് ചെയ്യണം, ഇല്ലേ?
So when the deformation is affected, the material strength will be affected. അപ്പോൾ പ്യുവർ അയൺ എടുത്തു കഴിഞ്ഞ് നമ്മളൊരു മെറ്റീരിയൽ ഉണ്ടാക്കുകയും ആൻഡ് ഇഫ് ഐ ആം ജസ്റ്റ് കമ്പയറിങ് ദ സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റീൽ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉള്ളത് കൊണ്ടാണ്. സോ ഈ ഒരു കാര്യം ഓർമ്മ വേണം. വെൻ വി ഗോ ടു ദ ടോപ്പിക്സ്, ഫർദർ ടോപ്പിക്സ്, ഡെഫിനറ്റ്ലി you will learn why the material has different strength. ഓക്കെ, ആൻഡ് ഇത് ജസ്റ്റ് ഒരു അറേഞ്ച്മെൻറ്റ് കാണിച്ചിരിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ദ സ്ലൈഡ് ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി, വായിക്കുക. ആൻഡ് നമ്മൾ എ ബി ആക്ച്വലി ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, HCP അറേഞ്ച്മെൻറ്റ് വേണം ഇല്ലേ. അതെങ്ങനെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. എ ബി ടൈപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് HCPയിൽ. ഇത് നിങ്ങൾ നോക്കിയാൽ മതി. ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ. ആൻഡ് APF ഫോർ HCP നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. APF ഫോർ HCP യൂഷ്വലി ചോദിക്കാറില്ല, ബട്ട് ഇഫ് ഇറ്റ് ഈസ് ആസ്ക്ഡ് in the end semester exams, definitely you need to answer. So just go through these slides and just get an idea how this particular number is arrived at. APF for HCP 0.74 ആയിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഷോർട്ട് റേഞ്ച് ആൻഡ് ലോങ് റേഞ്ച് ഓർഡർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് കണക്റ്റഡ് ടു ദാറ്റ് സം ഡിഫോർമേഷൻ മെക്കാനിസംസ് ആർ ഓൾസോ ദെയർ. സോ അപ്പോൾ ഇത് കാണുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വി വിൽ ഡിസ്കസ് ഇൻ അവർ ആക്ച്വൽ ക്ലാസ്സസ്. ഓക്കെ ദെൻ, താങ്ക് യു.